നമസ്കാരം. 2025 ഇറങ്ങിയ കുറച്ച് ഇന്നവേറ്റീവ് സാധനങ്ങൾ പരിചയപ്പെടുത്താം. അതിൽ ചിലതൊക്കെ എനിക്ക് ഇന്നവേറ്റീവ് ആയിട്ടൊന്നുമല്ല, എന്തുവാടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്നാ തോന്നിയെന്നുള്ളത് കമൻറ്റിൽ പറ. ഞാനിതിൽ പലതും വാങ്ങിക്കാനോ കഴിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അറിഞ്ഞ വിവരം ചുമ്മാ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിൽ ആദ്യത്തേത് 2025 ജൂണിൽ ഇവിടെ US റോഡ് ഐലൻഡിൽ നിന്നുണ്ടാക്കിയ പിസ്സ വോഡ്ക. കേട്ടിട്ട് തോന്നിയില്ല ഇത് എന്തു വാടാവുകയെന്ന്? എനിക്കും തോന്നി. ഈ വോഡ്ക ഉണ്ടാക്കിയത് ഈ വർഷമാണെങ്കിലും ഇതിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 1992 കൃത്യം പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലെ തന്നെ സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിലെ ഗുഡ് ഫെല്ലാസ് എന്ന് പേരുള്ള ഒരു പിസ്സ ഷോപ്പിൽ ഒരു ദിവസം രാത്രി സ്കോട്ട് ആന്റണി കോസന്റിനോ എന്ന് പറഞ്ഞ ആള് ഈ കട അടയ്ക്കാൻ തുടങ്ങിയപ്പം എന്നതാ കഴിക്കാനുള്ളത് നോക്കി. അന്നേരം പുള്ളിക്ക് കൈ കിട്ടിയത് മിച്ചം വന്ന കുറച്ച് വോഡ്ക സോസ് മാത്രമാണ്. അതെന്ന് പറയുന്നത് തക്കാളി, ഹെവി ക്രീം, വോഡ്ക ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഇറ്റാലിയൻ അമേരിക്കൻ പാസ്ത സോസാണ്. പുള്ളി അതും ചീസും പിന്നെ കൈ കിട്ടി കുറച്ച് കിടിപിടിയൊക്കെ വെച്ചിട്ട് ഒരു പിസ്സ ഉണ്ടാക്കി. വേറൊരു കഥകളുണ്ട്. ഈ പുള്ളി ഉണ്ടാക്കിയപ്പം ഒരു ദിവസം വോഡ്ക സോസ് ഇച്ചിരി കൂടുതലായിപ്പോയി. അത് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പുള്ളി അത് വെച്ചൊരു പിസ്സ ഉണ്ടാക്കിയെന്നും ഒരു കഥയുണ്ട്. കഥ എന്തായാലും അങ്ങനെയാണ് വോഡ്ക പിസ്സ ഉണ്ടായത്. അന്ന് ആദ്യകാലത്ത് ഇതിന്റെ പേര് സ്കോട്ടി പൈ എന്നായിരുന്നു. സംഗതി കയറി കൊളുത്തി ബെസ്റ്റ് പിസ്സ ഇൻ അമേരിക്ക എന്നുള്ള അവാർഡൊക്കെ കിട്ടി. അതും കഴിഞ്ഞിട്ട് അവരിപ്പം പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന സ്കൂൾ വരെ തുടങ്ങി. നമ്മൾ പറഞ്ഞു വന്ന കഥ പക്ഷേ അതല്ല. ആ ഫ്ലേവറിലും സക്സസിലും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കഴിഞ്ഞ വർഷം 2025 ഇസ്കോ സ്പിരിറ്റ്സ് ഈ സാധനത്തിന് ചാടിച്ചു വിട്ടേക്കുന്നത്. വോഡ്ക പിസ്സ അല്ല, പിസ്സ വോഡ്ക. പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ടൊമാറ്റോ, ഹെർബ്സ്, സ്പൈസസ്, മൊസറല്ല ചീസ്, പിന്നെ ഓർഗാനിക് ഗോതമ്പ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ വോഡ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ഇത് റോഡ് ഐലൻഡിൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. അന്ന് അതിന്റെ പേര് പിസ്സ സ്ട്രിപ്പ് വോഡ്ക എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഈ ടേസ്റ്റ് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും കിട്ടി തുടങ്ങി. ഇതിനും കഴിഞ്ഞ വർഷത്തെ സാൻ ഫ്രാൻസിസ്കോ സ്പിരിറ്റ്സ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിനാണോ എന്തോ. ഇതിന്റെ ഡിസ്റ്റിലറിയിലെ വില $750 $25. ആൽക്കഹോൾ പെർസെന്റ് 40. നമുക്ക് ഒന്നാമത് വോഡ്ക ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഫ്ലേവേർഡ് വോഡ്ക. അതുകൊണ്ട് തന്നെ ഈ സാധനം ഓൺലൈനിൽ ഷിപ്പിംഗ് കാശ് കൊടുത്ത് വാങ്ങിക്കാനോ കളക്ട് ചെയ്യാനോ നമുക്ക് ഉദ്ദേശമില്ല. പിന്നെ ഇവിടെ അടുത്തുള്ള കടയിൽ വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ ഈ വിലക്ക് കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് ഞാൻ ടേസ്റ്റ് നോക്കും. അപ്പോൾ ഇജാതി തലതിരിഞ്ഞ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനമായിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ cheers.